പ്രൈസ് ദി ലോർഡ്. ഈ മീഡിയയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദന. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളെ, എതിർപ്പുക, ആ വൈരികളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനം ശ്രവിക്കുന്ന ഹല്ലേലൂയ മാന്യ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതത്തിൽ വൈരികൾ കടന്നു വന്നപ്പോ ആ വൈരികളുടെ നടുവിൽ ശത്രുവാകുന്നവൻ ദാവീദിനെ തകർത്ത് കളയുക പദ്ധതികളും പ്ലാനുകളും ഒരുക്കിയപ്പോ ഹല്ലേലൂയ യഹോവയുടെ സാന്നിധ്യം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങൾ ആരെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണോ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്? ഹല്ലേലൂയ തിരുവചനം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹല്ലേലൂയ വൈരികളുടെ നടുവിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള അരുമരക്ഷകനായ കാൽവറി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഈ പകൽക്കാല നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ നടത്തിക്കൊണ്ട് വൈരികളുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുക. യഹോവയുടെ സാന്നിധ്യം ഓരോ വ്യക്തികളുടെ മേലും പകരുക. എന്റെ പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ മുക്കിക്കളയുവാൻ വരുന്ന വൈരികളുടെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എതിർപ്പുകൾ കടന്നു വരുന്ന നടുവിൽ അനേകർ നിങ്ങൾക്കെതിരായി എഴുന്നേൽക്കുമ്പോ ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ തിരുവചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, യഹോവയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നു എങ്കിൽ നിശ്ചയമായി യഹോവയുടെ കരം നിങ്ങളോട് കൂടി അനുകൂലമായി ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വൈരികളെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്കെതിരായി എഴുന്നേറ്റ് വരുന്ന എതിർപ്പുകളുടെ നടുവിൽ കർത്താവിന്റെ കരം ഈ പകൽക്കാലം അനുകൂലമായ ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാര്യം മറന്നു പോകരുത്. ഈ തിരുവചനം കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഈ പകൽക്കാലം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന്, നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുക, നിങ്ങളെ വീണ്ടെടുക്കുക, നിങ്ങളെ കരകയറ്റുക. വൈരികളുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് മാനിച്ചു എത്തുന്ന ഒരേ ഒരു ദൈവമേയുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തു യഹോവയുടെ കരത്തിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയിൽ തീരൂ. ദാവീദ് പറയുന്നു, എന്റെ ജീവിതത്തിൽ വൈരികൾ മാത്രമല്ല കടന്നു വന്നത്, പിന്നെയോ എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനേകർ എതിർപ്പുകളുമായി കടന്നു വരുമ്പോ ഈ പകൽക്കാലം നിങ്ങൾ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, പതറിപ്പോകരുത്. കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട് നിലവിളിക്കുന്നു എങ്കിൽ, യഹോവയോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിശ്ചയമാ എന്റെ യേശു കർത്താവ് നിങ്ങൾക്ക് വിരുദ്ധമായി എതിർക്കുന്ന വ്യക്തികളുടെ നടുവിൽ നിന്ന്, ആ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് നിങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് ശത്രുക്കളുടെ മധ്യേ ഒരു മേശ ഒരുക്കി മാനിക്കുക. ശക്തനായ യഹോവയുടെ കരങ്ങളിലേക്ക് പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ, തലമുറകളോട് വിളിച്ചു പറയട്ടെ, ആ യഹോവയുടെ കരങ്ങളിലേക്ക് ഒരു ഇണങ്ങിയ ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായി ആ വൈരികളുടെ നടുവിൽ നിന്ന്, എതിർക്കുന്ന ശത്രുക്കളുടെ നടുവിൽ നിന്ന്, നിനക്ക് വിരുദ്ധമായി ശത്രു എഴുതുവിടുന്ന തന്ത്രങ്ങളിൽ നിന്ന്, ഗൂഢാലോചനകളിൽ നിന്ന്, ആ പദ്ധതികളുടെ നടുവിൽ നിന്ന് നിന്നെ പാലയിൽ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരേ ഒരു ദൈവമേയുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഈ പകൽക്കാലം നിങ്ങൾ
നിങ്ങളുടെ വിഷയത്തെ പരിശുദ്ധാത്മാവ് തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വൈരികളെ മാറ്റി, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എതിർപ്പുകളുടെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് അവരുടെ നടുവിൽ തന്നെ ഹല്ലേലൂയ തല ഉയർത്തി നിന്നുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ഹല്ലേലൂയ തക്കതായ നിലവാരത്തിൽ നിങ്ങളുടെ അവസ്ഥകൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം വിടുവിക്കുക ശക്തനാണ്. യഹോവയുടെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.